ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് ഹാൾ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആമസോണിൽ വാങ്ങിച്ചായിരുന്നു ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കിയപ്പോൾ അതൊക്കെ ലിമിറ്റഡ് ടൈം ഡീലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്രിസ്മസ് സമയത്ത് എന്തായാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പൊ അത് നല്ല വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്, അതേപോലെ നമുക്ക് ഇനിയുള്ള വർഷങ്ങൾക്കൊക്കെ വെച്ച് സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പൊ എന്ത് തന്നെയായാലും നമുക്ക് ഒട്ടും വൈകണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു സെറാമിക് പോട്ടാണ്. ഇത് നമ്മൾ ക്രിസ്മസിനൊക്കെ വൈൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എസ്തെറ്റിക് പോട്ടാണ്. അപ്പോൾ ഇതിന്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഇത് ഒരു 3 വർഷം മുന്നേ വാങ്ങിയത്. പക്ഷെ ശരിക്കും ഇതിൽ വൈൻ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. ഈ ബ്ലാഞ്ചിങ് ഡിസൈൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഉൾവശം വരുന്നത് ഇതുപോലെയാണ്, റൗണ്ടഡ് റെക്ടാങ്കിൾ കോർണേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇതേപോലെ നമുക്ക് ഒരു 5 ലിറ്റർ വരെയൊക്കെ ഇതിനകത്ത് സ്റ്റോറേജ് വോളിയം ഉണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് സീസൺ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് അരിപ്പൊടിയും അതേപോലെ പുളിയും കൂടെ തിരുമ്മിയിട്ട് പിന്നെ നമ്മൾ സോപ്പിട്ട് വാഷ് ചെയ്യുക. ഫസ്റ്റ് യൂസിന് മുന്നാലെ ഇതുപോലെ ഒന്ന് സീസൺ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അതേപോലെ എപ്പോഴും നമ്മൾ വൈൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് കമത്തി വെച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ എടുക്കാവൂ. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു മിനി വിസ്ക് ആണ്. എല്ലാവരുടെയും ഒന്നും വീട്ടിൽ സ്റ്റാൻഡ് മിക്സേഴ്സോ ഹാൻഡ് മിക്സേഴ്സോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പം എല്ലാവർക്കും അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഈ ക്രിസ്മസിന് എല്ലാവരുടെയും വീട്ടിൽ ഒരു കേക്ക്, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു മിനി വിസ്ക് ഒരുപാട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു, എന്നാൽ പക്ഷേ ആ ഒരു പ്രൈസിന് നമുക്കൊരു ബ്ലെസ്സിങ് ആണ് ഇതുപോലൊരു നല്ലോണം നമുക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിസ്ക്. അടുത്ത പ്രോഡക്റ്റും ഒരു സെറാമിക് പോട്ടാണ്. ഇതും അതേ ഒരു 3 വർഷമായി ഞാൻ വാങ്ങിയിട്ട്, 3 വർഷമായിട്ട് ഞാൻ ഉപ്പിട്ട് വെക്കാൻ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിസ്മസിന് എന്തെങ്കിലും ഹാമ്പേഴ്സോ അതേപോലെ എന്തെങ്കിലും ഒരു ഡെക്കോർ കിച്ചൺ മേക്ക് ഓവറൊക്കെ ചെയ്യുന്നെങ്കിൽ പെർഫെക്റ്റ് പീസാണ്, അതാണ് ഇൻക്ലൂഡ് ചെയ്തത്. അടുത്തത് ഒരു റീൻഡിയർ സാന്റ ബോ ആണ്. റീൻഡിയറും വരുന്നുണ്ട്, സാന്റയും വരുന്നുണ്ട്. ഞാൻ ഈ സാന്റയാണ് വാങ്ങിയത്. ഇത് കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് കേട്ടോ. അത് ഈ വർഷം അവൈലബിൾ ആണ്. നല്ല പ്രൈസിനാണ്, വേഗം പോയി വാങ്ങിക്കോളൂ. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ആയതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് സുഖമായിട്ട് വെക്കാം, പിന്നെ നമുക്ക് വലിയവർക്കും വെക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല രസമാണ് കേട്ടോ. ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ. എല്ലായ്പ്പോഴും നമ്മൾ ക്യാപ്പല്ലേ വെക്കുക. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ലൈറ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റാർ ലൈറ്റ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇതും അതേ ഒരു 3 വർഷം മുന്നേ ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഇപ്പം നല്ല ലാഭത്തിന് ഇത് ആമസോണിലുണ്ട്. ഒരു ലിമിറ്റഡ് ടൈം ഡീലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്, വേഗം പോയി വാങ്ങിക്കോളൂ. അത് ബാൽക്കണിയിൽ ഇട്ട് കൊടുത്ത് പിന്നെ ഇതേപോലെ നമുക്ക് ഗാർലൻഡ് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പം ഞാനും മോനും കൂടെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തു. ആ ഒരു ബാൽക്കണീൻ്റെ അവിടെ ഒരു ആഡഡ് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അതങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു നല്ല ഭംഗി വന്ന പോലെ എനിക്ക് തോന്നി. ഈ ഒരു ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, സ്റ്റാർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. അടുത്തത് ഈ ഒരു മിനി റീത്താണ്. ഇത് നമുക്ക് വാൾ ഹാങ്കിങ് ആയിട്ടോ ഡോർ ഹാങ്കിങ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ ഡെക്കോർ ആയിട്ടോ ഒക്കെ ക്രിസ്മസ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പീസാണ്. അല്ലെങ്കിലും അതെ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റിക്കും അതേപോലെ ക്യാപ്പും കൂടിയൊക്കെ വരുന്നിട്ടുള്ള ഒരു സെറ്റാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ്. ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ ഒരുപാട് ഉപയോഗിച്ചു. ഇത് പള്ളിയിലൊക്കെ പോയപ്പോഴും ഒക്കെ നമ്മൾ കുറേ ഫോട്ടോ സെഷൻസിനൊക്കെ ഉപയോഗിച്ചു. ഈ ഒരു സ്പെക്സും അതിനോടൊപ്പം വരുന്നതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണ്, സങ്കടത്തോട് ഊരി വെക്കുകയാണ്. പുതിയതിപ്പോൾ എന്തായാലും വാങ്ങുന്നില്ല, പക്ഷേ ഫോട്ടോഷൂട്ട്സിനൊക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് പീസാണ്. അടുത്തത് ഈ ഒരു സ്നോ ഗ്ലോബ് ലൈറ്റാണ്. ഇതും അതെ, ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഈ വർഷം ഇതിലും ലാഭത്തിന് ഞാൻ കണ്ടു. അപ്പം എനിക്ക് ആക്ച്വലി കുറച്ച് സങ്കടം തോന്നി, ഈ വർഷം വാങ്ങിയാൽ മതിയായിരുന്നു എന്ന്. ഭയങ്കര ഭംഗിയാണ്. ഇതൊരു 3 മീറ്റർ വരുന്ന ഒരു വാം ഗോൾഡൻ ടോണിൽ വരുന്ന സ്നോ ഗ്ലോബ് ലൈറ്റാണ്. നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് നമ്മൾ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ഇത് വെച്ചാൽ നല്ല ഭംഗിയാണ്. ബാൽക്കണി ലൈറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ട്രീയിലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് പീസാണ് ഈ ഒരു ലൈറ്റ്, കാരണം അത്രയ്ക്ക് ഹാൻഡിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അടുത്തതും ഒരു കോപ്പർ വയറിൻ്റെ ലൈറ്റ് സെറ്റാണ്. ഒരു സ്ട്രിങ് ലൈറ്റ് സെറ്റാണ്. നമുക്ക് ബോട്ടിൽ ആർട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നമ്മളിപ്പോൾ ക്രിസ്മസ് ക്രിബൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ
പെട്ടെന്ന് പണി തീരും. ഇതൊന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ നല്ലൊരു ആംബിയൻസും ആണ്, പല മോഡിൽ ഇതിങ്ങനെ ഇതാവുകയും ചെയ്യും. നല്ല രസമുള്ളൊരു പീസാണ് ഇത്. ഒരെണ്ണം വാങ്ങുമ്പോൾ 2 എണ്ണം കിട്ടും കേട്ടോ. ആകെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു ചാർജിങ്, ഇതിങ്ങനെ പ്ലഗ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന, ബട്ടൺ ബാറ്ററി അല്ല. അതെനിക്ക് അറിയില്ലായിരുന്നു. അതറിയുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് വാങ്ങില്ലായിരുന്നു. അടുത്ത പ്രോഡക്റ്റ് ഈ 2 ഇലക്ട്രിക് ക്യാൻഡിൽസ് ആണ് കേട്ടോ. രണ്ടും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ക്യാൻഡിൽസ് ആണ്. ഇത് ഒന്ന് ഇതുപോലെ സാന്റയുടെ ഒരു ഷെയ്ഡ് വരുന്നത്, മറ്റേതൊരു ലാൻറ്റേൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല വീട്ടിലല്ലാതെയും നമുക്ക് ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ബാറ്ററി റീപ്ലേസ് ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്കിത് ഒരുപാട് നാൾ ഉപയോഗിക്കാം. വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വീട്ടിനൊരു എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഈ ഒരു ഹാങ്കിങ് ആണ്. ഇത് നമുക്ക് ഇതുപോലെ വെക്കാം അല്ലെങ്കിൽ ഹാങ് ചെയ്യാം. അപ്പം ഞാനൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ഇത് വെക്കാൻ പറ്റിയ ഒരു പീസാണ്. അടുത്തത് നമ്മുടെ കുഷനാണ്. കുഷനും കുഷൻ കവേഴ്സും. അപ്പം ഇതൊരു 5 കുഷൻ കവേഴ്സ് വരുന്ന ഒരു സെറ്റാണ്. 12x12 സൈസിൽ ക്രിസ്മസ് തീമിൽ വരുന്നതാണ്. വാഷബിൾ ആണ് കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് നോക്കി, നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ കുഷൻ ഞാൻ അല്ലാതെ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ 2 സെല്ലറുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അപ്പോൾ രണ്ടും നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സെൽഫ് എക്സ്പാൻഡബിൾ കുഷനാണ്. അപ്പോൾ ഞാൻ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ഫില്ല് ചെയ്ത് ഇതുപോലെ നമ്മൾ ആ കവറും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ശരിക്കും നമ്മുടെ ലിവിംഗ് റൂമിന് ഒരു എക്സ്ട്രാ ആംബിയൻസ് ആഡപ്പ് ആയതുപോലെ തോന്നി ഈ ഒരു കുഷൻ വെച്ചപ്പോൾ. അടുത്തത് ഈ ഒരു സെറ്റ് ഓഫ് അസെൻഷൻ ബെറീസ് ആണ്, ഹോളി ബെറീസ്. ഇത് നമുക്ക് ഇതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്രിസ്മസ് ഡെക്കോറൊക്കെ നമ്മൾ ഇതേപോലെ ഈ ഒരു ടൈമിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം. DIY ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു റീത്തൊക്കെ ഉണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് ഡെക്കോർ ലിവിംഗ് റൂം മേക്ക് ഓവർ ചെയ്ത് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു വ്രീത്ത് ഉണ്ടാക്കാൻ മാത്രമല്ല, എനിക്ക് ശരിക്കും ഈ ഒരു ബെറി നമുക്ക് ഏതൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനും പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പീസാണ്. നമ്മൾ വെറുതെ ഒരു സാധാ ഒരു ഗ്ലാസ് പോട്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മുടെ കിച്ചണിൽ വെച്ചാലും ഭയങ്കര ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ആഡ് ആവുന്നുണ്ട്. നല്ലൊരു രസമാണ് അതങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കാണാനായിട്ട്. അടുത്തത് ഈ ഒരു കിച്ചണിൽ തന്നെ ഞാൻ വെച്ചിട്ടുള്ള സെറ്റ് ഓഫ് സ്നോമാനും ഈ ഒരു സ്റ്റിക്കുമാണ്. ഇതും അതേ നമുക്ക് വെറുതെ വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ അതിൻ്റെ അറ്റത്തൊരു ഹോളുണ്ട്, നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇതും ഞാനിപ്പോൾ ബാസ്ക്കറ്റിലൊക്കെയാണ് വെക്കാറ്. നമുക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയില്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ആൻഡ് അഡ്വാൻസ് മെറി ക്രിസ്മസ്.